പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൗരയൂഥം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം ആൻഡ് പ്ലാനറ്റ് എന്നതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം വ്യാഴം അല്ലെങ്കിൽ ജൂപ്പിറ്റർ, അപ്പോൾ ജൂപ്പിറ്ററിൻ്റെ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ പ്രത്യേകതകളെയാണ് നമ്മളിവിടെ നോക്കുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ ഗ്രഹം ആണ് വ്യാഴം. സൗരയൂഥത്തിലെ വലിപ്പം കൂടിയത് വ്യാഴം. ബാഹ്യഗ്രഹങ്ങളിൽ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് വ്യാഴം. ഏറ്റവും വേഗത്തിൽ ഭ്രമണം ചെയ്യുന്നത് വ്യാഴം. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ളതും വ്യാഴമാണ്. അപ്പോൾ വലിപ്പം കൂടിയ ഗ്രഹമാണ്. ബാഹ്യഗ്രഹങ്ങളിൽ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നവയാണ്. ഏറ്റവും വേഗത്തിൽ ഭ്രമണം ചെയ്യുന്നുണ്ട്. ഗുരുത്വാകർഷണ ബലം കൂടിയ ഗ്രഹമാണ്. ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വ്യാഴവും അതിൻ്റെ ഉപഗ്രഹങ്ങളും ചേർന്നിട്ട് ചെറു സൗരയൂഥം എന്നറിയപ്പെടുന്നു. കാരണം വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ കുറേയേറെയുണ്ട്. അത് അയോ, യൂറോപ്പ, ഗാനിമിഡ്, കാലിസ്റ്റോ എന്നിവയാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് അയോ, യൂറോപ്പ, ഗാനിമിഡ്, കാലിസ്റ്റോ. അയോ, യൂറോപ്പ, ഗാനിമിഡ്, കാലിസ്റ്റോ എന്തൊക്കെയാണ്? അയോ, യൂറോപ്പ, ഗാനിമിഡ്, കാലിസ്റ്റോ. അപ്പോൾ ഇതെല്ലാം ഗലീലിയൻ ഉപഗ്രഹങ്ങളെന്നും അറിയപ്പെടുന്നുണ്ട്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് ഗാനിമിഡ്. സൗരയൂഥത്തിലെ ഉപഗ്രഹം ഏറ്റവും വലിയ ഉപഗ്രഹമായി പറയുന്നത് ഗാനിമിഡിനെയാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ ഉപഗ്രഹം എന്ന് പറയുന്നതാണ് ഇതിൽപ്പെട്ട അയോ. സജീവ അഗ്നിപർവ്വതങ്ങളുടെ ഉപഗ്രഹങ്ങളാണ് അയോ. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുടെ ഗ്രഹവും ഏതാണ്? വ്യാഴമാണ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുടെ ഗ്രഹം വ്യാഴമാണ്. ഇതുവരെ വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെ 65 ഉപഗ്രഹങ്ങളോളം കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, ഗ്രേറ്റ് റെഡ് സ്പോട്ട് അതുപോലെ ലിറ്റിൽ റെഡ് സ്പോട്ട് എന്നിവ വ്യാഴത്തിലാണ് കാണപ്പെടുന്നത്. പിന്നെ ഏറ്റവും വലിയ ചിഹ്നഗ്രഹമാണ് സീറീസ്. ഭാരതീയ സങ്കല്പത്തിലെ ബൃഹസ്പതി എന്ന് പറയുന്നത് എന്താണ്? അത് വ്യാഴമാണ്. 11.86 വർഷം വേണം ഈ ഒരു കാലയളവ്. ഇത് വ്യാഴവട്ടം എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. പിന്നെ 1994 വ്യാഴത്തിൽ പതിച്ച വാൽനക്ഷത്രമാണ് ഷുമാക്കർ ലേവി 9. വാൽനക്ഷത്രം അതിൻ്റെ പേര്, അതായത് വ്യാഴത്തിൽ പതിച്ചൊരു വാൽനക്ഷത്രമാണ് ഷുമാക്കർ ലേവി 9. അടുത്തത് സാറ്റേൺ അല്ലെങ്കിൽ ശനി. സൗരയൂഥത്തിൻ്റെ ഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനമാണ് ശനിക്ക് വരുന്നത്. ആകർഷകമായ വലയങ്ങളുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത് എന്താണ്? ശനിയാണ്. പിന്നെ ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ്. ഗുരുത്വാകർഷണ നിരക്ക് ഭൂമിയുടേതുമായ ഏറ്റവും സമാനമായൊരു ഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ശനിയാണ്. പിന്നെ അതുപോലെ ഡ്രാഗൺ സ്റ്റോം, ഗ്രേറ്റ് വൈറ്റ് സ്പോട്ട് എന്നീ കൊടുങ്കാറ്റ് മേഖലകൾ ഈ ശനിയിലാണ് ഉള്ളത്. ശനിയുടെ ദക്ഷിണാർദ്ധഗോളത്തിൽ വീശുന്ന കൊടുങ്കാറ്റ് ശൃംഖലയാണ് ഈ ഡ്രാഗൺ സ്റ്റോം എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തത് പ്രത്യക്ഷപ്പെടുന്ന ഒരു വൻ കൊടുങ്കാറ്റ് മേഖല ആണ് ഗ്രേറ്റ് വൈറ്റ് സ്പോട്ട്. ഗ്രീക്ക് പുരാണങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരാണ് ശനിയുടെ ഉപഗ്രഹങ്ങൾക്ക് നൽകിയത്. ഇനി ശനിയുടെ ഉപഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേത്തീസ്, മീമാസ്, ടൈറ്റൻ, റിയ, ഡിയോണ, ഫീബ്, ജാനസ്, പാൻഡോ, ഹെലൻ, പ്രൊമിത്യൂസ്, അറ്റ്ലസ്, കാലിസോ, പാൻ എന്നിവയൊക്കെയാണ് ശനിയുടെ ഉപഗ്രഹങ്ങൾ. ടൈറ്റൻ, റിയ, ഡിയോണ, ഫീബ്, ജാനസ്, പാൻഡോ, പാൻഡോറ, ഹെലൻ, പ്രൊമിത്യൂസ്, അറ്റ്ലസ്, കാലിസോ, പാൻ. പ്രൊമിത്യൂസ്, അറ്റ്ലസ് ഇതൊക്കെ ശനിയുടേതാണ്. അപ്പോൾ സൗരയൂഥത്തിലെ വലുതിൽ രണ്ടാമത്തെ ഉപഗ്രഹം എന്ന് പറയുന്നതും ടൈറ്റനാണ്. ശരിക്കും പറഞ്ഞാൽ ഭൂമിക്ക് സമാനമായ അന്തരീക്ഷമാണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ അപരൻ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഇത് കണ്ടെത്തിയത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ് ടൈറ്റനെ കണ്ടെത്തിയത്. അടുത്തത് ശനിയുടെയും ഉപഗ്രഹങ്ങളും ശനിയുടെ ഉപഗ്രഹങ്ങളെയും കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച കാസിനി ഹൈജൻസ് എന്ന് പറയുന്നൊരു ദൗത്യമാണ് കാസിനി ഹൈജൻസ്. ശനിഗ്രഹത്തിൻ്റെ സമീപം ആദ്യമാത്തിയൊരു ബഹിരാകാശ വാഹനമാണ് പയനിയർ 1 എന്നാണ് അറിയപ്പെടുന്നത്. പയനിയർ 1. ഇനി നോക്കുന്നത് യുറാനസിൻ്റെ പ്രത്യേകതകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ യുറാനസ് എന്ന് പറയുമ്പം ടെലസ്കോപ്പിൻ്റെ സഹായത്തോടെ ആദ്യമായി കണ്ടെത്തിയ ഗ്രഹമാണ് യുറാനസ്. ടെലസ്കോപ്പിൻ്റെ സഹായത്തോടെ ആദ്യമായി കണ്ടെത്തിയതാണ്. വലുപ്പത്തിൽ 3ാം സ്ഥാനത്താണ്.
പിന്നെ വില്യം ഷേക്സ്പിയർ, അലക്സാണ്ടർ പോപ്പ് എന്നിവരുടെ കൃതികളിലെ കഥാപാത്രങ്ങളുടെ പേരുകളാണ് യുറാനസിൻ്റെ ഉപഗ്രഹങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതെന്തൊക്കെയാണ്? ഏരിയൽ, അംബ്രിയേൽ, ടൈറ്റാനിയം, ഓബറോൺ, മിറാണ്ട, കാലിബാൻ, ജൂലിയറ്റ്, പിന്നെ ഡെസ്ഡിമോണ, പ്രോസ്പെറോ, ബിയാണ്ട്. ഇതൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പേരുകൾ? ടൈറ്റാനിയം, ഓബറോൺ, മിറാണ്ട, കാലിബാൻ, ജൂലിയറ്റ്, ഡെസ്ഡിമോൺ, പ്രോസ്പെറോ, ബിയാണ്ട്. അപ്പം അച്ചുതണ്ടിന് കൂടുതൽ ചരിവുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? യുറാനസ് ആണ്. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് എന്താണ്? യുറാനസ് ആണ്. കിടക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് എന്താണ്? യുറാനസ് ആണ്. ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? യുറാനസ് ആണ്. അപ്പോൾ -224 വരെയൊക്കെയാണ് വരുന്നത്. പിന്നെ ഉപഗ്രഹങ്ങളുടെ എണ്ണത്തിൽ 3-ാം സ്ഥാനത്താണ്. പിന്നെ യുറാനസിനെ അരുണൻ എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ യുറാനസിൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള എന്താണ്? ഹൈഡ്രജനാണ്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ 2ാമത്തെ ഗ്രഹമാണ് യുറാനസ്. ഗ്രീക്ക് പുരാണങ്ങളിലെ ആകാശദേവനാണ് യുറാനസ്. സമാനമായ റോമൻ ഗ്രീക്ക് ദേവൻ്റെ പേരുള്ള ഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? യുറാനസ്. യുറാനസിന് സ്വയം ഭ്രമണത്തിന് 17.9 മണിക്കൂറും പ്രദക്ഷിണത്തിന് 83.75 വർഷവും ആവശ്യമാണ്. അതായത് ബുധൻ എന്ന ഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. ഇത് ആകാശത്തിൻ്റെ മറുത എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ആകാശത്തിലെ മറുത എന്നറിയപ്പെടുന്നത് എന്താണ്? ബുധനാണ്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത് ബുധനാണ്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത് എന്താണ്? ബുധനാണ്. ബുധൻ ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റുന്നതിന് 88 ദിവസം മാത്രമേ എടുക്കുന്നുള്ളൂ. 88 ദിവസം ആണ്. ഏറ്റവും സാന്ദ്രത കൂടിയ 2ാമത്തെ ഗ്രഹം എന്ന് പറയുന്നത് മെർക്കുറിയാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് ചെയ്യുന്ന ഗ്രഹമാണെന്ത്? ബുധൻ. ഏറ്റവും കൂടുതൽ താപവ്യതിയാനങ്ങളെല്ലാം അനുഭവപ്പെടുന്നത് എവിടെയാണ്? ബുധനിലാണ്. പകൽ ബുധൻ്റെ താപനില എന്ന് പറയുന്നത് 400 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബുധനെക്കുറിച്ച് പഠിക്കാൻ നാസ 2024 ഓഗസ്റ്റിൽ വിക്ഷേപിച്ച ദൗത്യത്തിൻ്റെ പേരാണ് മെസഞ്ചർ. ബുധനെക്കുറിച്ച് പഠിക്കാൻ നാസ 2004 ഓഗസ്റ്റിൽ വിക്ഷേപിച്ച ദൗത്യത്തിൻ്റെ പേരാണ് മെസഞ്ചർ. അപ്പോൾ റോമൻ മിത്തോളജിയിലെ ഒരു സന്ദേശവാഹക ദേവനാണ് ഈ മെർക്കുറി എന്ന് പറയുന്നത്. ഇതിന് സമാനമായ ഗ്രീക്ക് ദേവൻ എന്ന് പറയുന്ന ആരാണ്? ഫെർമീസ്. അപ്പോൾ 58.65 ദിവസം ഭ്രമണം, 87.97 ദിവസം കൊണ്ട് പ്രദക്ഷിണവും പൂർത്തിയാക്കുന്നു ബുധൻ. അപ്പോൾ ശുക്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രഭാത നക്ഷത്രം, പ്രദോക്ഷ നക്ഷത്രം എന്നിവയെല്ലാം അപരനാമങ്ങൾ അറിയപ്പെടുന്ന എന്താണ്? ശുക്രനാണ്. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണ്? ശുക്രനാണ്. അപ്പോൾ എന്താണ്? അന്തരീക്ഷത്തിൽ ഹരിതഗൃഹ പ്രഭാവം ഉണ്ടാവുന്നുണ്ട്. പിന്നെ വൃത്താകാരമായ പ്രദക്ഷിണം വയ്ക്കുന്നത് എന്താണ്? ശുക്രനാണ്. പിന്നെ അടുത്തത് ഭൂമിയുടെ സഹോദര ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്നതും ഇതാണ്. എന്താണ്? ശുക്രനാണ്. പിന്നെ വിനേറ പേടകങ്ങൾ വിക്ഷേപിച്ചത് ശുക്രനെക്കുറിച്ച് പഠിക്കാനാണ്. വിൻഡോ 1 ആണ് ശുക്രൻ്റെ അരികിലൂടെ പറന്ന മനുഷ്യൻ്റെ ആദ്യത്തെ നിർമ്മിതമായൊരു പേടകത്തിൻ്റെ പേരെന്താണ്? വിൻഡോ 1 എന്നാണ്. വിനേറ എന്ന പേടകങ്ങൾ വിക്ഷേപിച്ചതും ശുക്രനെക്കുറിച്ച് പഠിക്കാനാണ്. മറ്റൊരു പ്രത്യേകതയാണ് ലക്ഷ്മി പ്ലാനം പീഠഭൂമി. ശുക്രനിലാണ് ലക്ഷ്മി പ്ലാനം പീഠഭൂമി. ഇനി ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഒരു വാതകം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. ശുക്രനിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മാക്സ്വെൽ മോണ്ട്. പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിൻ്റെ സ്മരണാർത്ഥമാണ് ഈ നാമകരണം നടന്നത്. അപ്പോൾ വിനേറ എന്ന പേടകം വിക്ഷേപിച്ചു. വിൻഡോ 1 എന്നുള്ളതാണ് ആദ്യമായി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ലക്ഷ്മി പ്ലാനം പീഠഭൂമി ശുക്രനിലാണ്. ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ കൂടുതലുള്ള എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മാക്സ്വെൽ മോണ്ട്. അത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിൻ്റെ സ്മരണാർത്ഥമാണ് ഇത് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കണ്ടൻറ്റുകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം.